ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണോ നിങ്ങളുടെ ലക്ഷ്യം? കവറ്റ് ക്ലാസസിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ആപ്പിൽ ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവറ്റ് ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പരീക്ഷകൾ ഇപ്പോൾ തന്നെ എഴുതി തുടങ്ങും. ഉറപ്പായും നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഹാപ്പി ലേണിംഗ്. കവറ്റ് ഓൺലൈൻ ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കവറ്റ് ക്ലാസ്സസ് നടത്തുന്ന കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് 2021 ഓൾ കേരള ഫ്രീ മോക്ക് ടെസ്റ്റ് 2 ഈ ടെസ്റ്റിന്റെ ഇംഗ്ലീഷ് സൊല്യൂഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. 2 വീഡിയോ പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഈ 2 പാർട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഐ വെൽക്കം യു ഓൾ അഗെയിൻ ടു ദിസ് സെഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മുതൽ 5 വരെ പാസേജ് ബേസിലുള്ള ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ 2 വഴികളാണുള്ളത്. ഒന്ന് എന്താണ്, നമുക്ക് ഈ പാസേജ് വായിച്ചതിന് ശേഷം ഉത്തരങ്ങളിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ഉത്തരങ്ങളിലേക്ക് കടന്ന ശേഷം, അതായത് ആദ്യം ചോദ്യം വായിച്ച ശേഷം തിരിച്ചു വന്ന് പാസേജ് വായിക്കുന്ന രീതിയുണ്ട്. ഏതെങ്കിലും ഒരു രീതി ഉപയോഗിച്ചാൽ മതി. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് പാസേജ് വായിച്ചതിന് ശേഷം ചോദ്യം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്ന രീതിയാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. The villager has customarily been very conservative in his attitude and approach. He is reluctant to change his traditional way of thinking and doing things. അപ്പോൾ ഒരു സ്റ്റബേൺ ആറ്റിറ്റ്യൂഡ് എന്നാണെങ്കിൽ പറയാം. വില്ലേജേഴ്സിന് ഈ പറയുന്ന രീതിയിലോട്ട് മാറാൻ എന്ത് രീതിയാണെന്ന് പറഞ്ഞു വരുന്നതേ ഉള്ളൂ. എനിവേ ഇവിടെ നമുക്കൊരു ക്ലൂ ഉണ്ട്. ട്രഡീഷണൽ വേയിൽ നിന്നും മാറാനായിട്ട് അദ്ദേഹം അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല. വില്ലേജർ എന്നാണ് പറയുന്നത്. നമുക്ക് ഇതുവരെ നോക്കുമ്പോൾ ഒരു വ്യക്തി എന്ന രീതിയിലാണ് വായിക്കുന്നത്. ഹിസ് ആറ്റിറ്റ്യൂഡ് ഇൻ മെനി ആസ്പെക്ട്സ് ഈസ് ഹോം മെയ്ഡ് ഈസ് ബെസ്റ്റ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ്. വീട്ടിലുള്ളതാണ് മികച്ചതെന്ന ആറ്റിറ്റ്യൂഡാണ് ഇദ്ദേഹത്തിനുള്ളതെന്നാണ് പറയുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, മോസ്റ്റ് കാറ്റിൽ ഫാമേഴ്സ് ഇൻ ദ വില്ലേജസ് പ്രിഫർ ടു ഫീഡ് ദ കൗസ് ആൻഡ് ബഫലോസ് വിത്ത് എ ഹോം മിക്സ് കംപ്രൈസിംഗ് ലോക്കൽ ഓയിൽ സീഡ്സ് ലൈക്ക് മസ്റ്റർഡ് ഓർ കോട്ടൺ സീഡ്, പൾസസ്, ജാഗറി, സോൾട്ട് എക്സെട്ര. അപ്പോൾ നമുക്ക് ഇവിടെ വരെ വായിച്ച് മതിയാവുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകണം കാറ്റിൽ ഫാമേഴ്സിന്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ പറയുന്ന വില്ലേജ്. അത് ഇറ്റ് ക്യാൻ ബി എ മെയിൽ ഓർ എ ഫീമെയിൽ പേഴ്സൺ. എനിവേ വില്ലേജർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ കാറ്റിൽ ഫാമേഴ്സിന്റെ ഒരാളാണ്. അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇതേ സ്വഭാവം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അത് അവരെല്ലാം തന്നെ കൺസർവേറ്റീവ് അപ്രോച്ച് എന്നാണ് പറയുന്നത്. പുരോഗമനം, ഡെവലപ്മെന്റ് രീതിയിൽ അവർ ചിന്തിക്കുന്നില്ല. ഓക്കെ, ഇറ്റ് ടേക്സ് ന്യൂമറസ് വിസിറ്റ്സ്, ഹാർഡ് ആൻഡ് കൺവിൻസിങ് daily trails experience to convince the rural cattle farmer that compound seeds scientifically formulated will improve the yields of the milk without any incremental cost. വലിയ നഷ്ടമില്ലാതെ ഈ പറയുന്ന രീതിയിലൂടെ സയന്റിഫിക് അപ്രോച്ചിലേക്ക് മാറുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ലാഭം കിട്ടുമെന്ന് അവരെ മനസ്സിലാക്കാനായിട്ട് ന്യൂമറസ് വിസിറ്റ്സ് കണ്ടക്ട് ചെയ്യണം, ഹാർഡ് കൺവിൻസിങ് വേണം, ഡെയിലി ട്രയൽസ് വേണം, പിന്നെ എക്സ്പീരിയൻസ് എന്ന രീതിയിൽ. ഇങ്ങനെയുള്ള ചില മിസ്റ്റേക്സ്, അതായത് ഡാലിക്ക് വരും ഡെയിലിയാണ് വരേണ്ടത്, അങ്ങനെയുള്ള നമുക്ക് പാസേജസിൽ കാണാം. നമ്മളത് മനസ്സിലാക്കിയാൽ മതി. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പറയുന്ന കാറ്റിൽ ഫാമേഴ്സിനെ കൺവിൻസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദ ഏജ് ഓൾഡ് വാല്യൂസ്, വളരെ പഴക്കം ചെന്ന വാല്യൂസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് കാസ്റ്റ്, ക്രീഡ്, വിമൺ, ടൈം ആൻഡ് മണി ടേക്ക് ടൈം ടു ചേഞ്ച്. ഇത് പൊതുവായിട്ടൊരു തത്വമാണ്. അല്ലാണ്ട് ഈ വില്ലേജസിന്റെ കാര്യമല്ല. ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ്സ് മാറാനായിട്ട് സമയമെടുക്കും. The villager has traditionally been a believer in the philosophy of karma. കർമ്മ അല്ലെങ്കിൽ ഫേറ്റിൽ ബിലീവ് ചെയ്യുന്ന ഒരാളാണ് വില്ലേജർ. He has found it more convenient to blame his economic distress, poor living conditions and straitened social status on ഭാഗ്യ. ലക്കിലും കർമ്മയിലും വിധിയിലും ഫേറ്റിലുമാണ് ഇദ്ദേഹം അല്ലെങ്കിൽ ഈ പറഞ്ഞ വില്ലേജേഴ്സ് എല്ലാം തന്നെ ഫൈനലായിട്ട് ബേർഡൻ ചെയ്യുന്നത് അതിലാണ്. നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു രീതിയിലാണ് കൺസർവേറ്റീവ് അപ്രോച്ചിനെ പറ്റി പറയുന്നതാണ് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ. The security that the villagers find in this status quo എന്ന് പറഞ്ഞാൽ current situation, it acts as a disincentive to change and experiment. അവർക്ക് മാറാനായിട്ട് താല്പര്യമില്ല. because they are very much satisfied with whatever they get. അതിനെന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ ഭാഗ്യ, കർമ്മ, ഫേറ്റ് ഇതിനേതെങ്കിലും കൂട്ടുപിടിച്ച് അവർ തൽക്കാലത്തേക്ക് കോണ്ടന്റ് സമാധാനത്തിലേക്ക് പോകും. In the short run, many of these antiquated attitudes, value system and outlooks are changing due to improved levels of awareness and education. However, the rate of change is sluggish. മാറ്റങ്ങൾ വരുന്നുണ്ട്, അവയർനെസ്സും എഡ്യൂക്കേഷനും കൊടുത്തുകൊണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അവയുടെ പേസ്, ഐ മീൻ ദ വേ ഓഫ്
what improvements are very sluggish. വളരെ പതിയെയാണ് കാര്യങ്ങൾ മാറ്റം വരുന്നത്. Attitudes have fossilized over centuries. Fossilized over centuries എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ ഹാർഡൻഡ് ആറ്റിറ്റ്യൂഡായി മാറിക്കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറാൻ പറ്റത്തില്ല. ഫോസിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം കൊണ്ട് ഉണ്ടായത് എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് പെട്ടെന്ന് അത് മാറ്റാനായിട്ട് പറ്റത്തില്ല. സോ ദേ ഡു ടേക്ക് ടൈം ടു ചേഞ്ച്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന പാസേജസിലുള്ളത്. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. When will you call a person conservative in his attitude and approach? When he likes to try out every new idea, ഒരിക്കലുമല്ല. When he sticks to old ways, yes. When he solves his problems through tried out methods, അല്ല. Okay, to some extent okay. When he imputes, motivates to change agents, അല്ല. നമുക്കിപ്പോൾ ബിയും സിയും ഉണ്ട്. പക്ഷേ പാസേജിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് ഓൾഡ് വേസ്, ട്രഡീഷണൽ വേസ് കൂടി പോകുമ്പോഴാണ് ഈ പറയുന്ന കൺസർവേറ്റീവ് അപ്രോച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരമല്ല. സോ ഫൈനലി ഓപ്ഷൻ സി അല്ലെങ്കിൽ ഒൺലി ബി എന്ന് പറയുന്ന ഉത്തരമാണ് ചൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ഇതേ പാസേജ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വായിക്കുന്നില്ല. ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഇസ് എ ഫ്രേസ് ഹോം മെയ്ഡ് ഈസ് ബെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് ചോദിക്കുന്നത്. ദ ബെസ്റ്റ് ഷുഡ് നോട്ട് ബി ഡിസ്കാർഡഡ്. നമുക്ക് കളയാൻ പാടില്ല എന്നർത്ഥമാണോ? അല്ലെങ്കിൽ ചേഞ്ച് ഫോർ ദ സേക്ക് ഓഫ് ചേഞ്ച് ഈസ് നോട്ട് ഗുഡ്, മാറ്റത്തിനനുസരിച്ച് മാറുന്നത് നല്ലതല്ല എന്ന് പറയുന്നതാണോ? പീപ്പിൾ ഷുഡ് ഗോ ഇൻ ഫോർ സ്വദേശി ബിക്കോസ് ഇറ്റ് ഈസ് ഹോം മെയ്ഡ് എന്ന് പറയുന്നത് സ്വദേശി കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് വീട്ടിൽ തന്നെ നിർമ്മിക്കുക, അത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകണമെന്നാണോ? വാട്ട് എവർ ഈസ് ബീങ് പ്രാക്ടീസ് ഈസ് ബെറ്റർ ദാൻ വാട്ട് ഈസ് ന്യൂ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും മികച്ചത് എന്ന അർത്ഥമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ഒരു പാസേജിന്റെ കോണ്ടെക്സ്റ്റിൽ ഇതിനകത്ത് പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായി നിൽക്കുന്ന നാലാമതാണ്. വാട്ട് എവർ ഈസ് ബീങ് പ്രാക്ടീസ്ഡ് ഈസ് ബെറ്റർ ദാൻ വാട്ട് ഈസ് ന്യൂ. ഇതാണ് ഈ പറയുന്ന പാസേജിൽ മോസ്റ്റ് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ ഡി അല്ല, ഒൺലി ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓപ്ഷൻ സി ആയിരിക്കും. ഒൺലി ഡി ആണ് അവിടുത്തെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വില്ലേജ്, ഓക്കെ ദ സെയിം തിങ്. ഓക്കെ, വാട്ട് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു കൺവിൻസ് ദ ആവറേജ് വില്ലേജർ അബൌട്ട് ദ സുപ്പീരിയോറിറ്റി ഓഫ് എ ന്യൂ കാറ്റൽ ഫീൽഡ്? സോ എന്ത് മെത്തേഡാണ് സുപ്പീരിയോറിറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോവുക? ഹോം വിസിറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് ഡെമോൺസ്ട്രേഷൻ ഓക്കെ, ഡിസ്കഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചർ ഇത് പറഞ്ഞിട്ടില്ല. ബെസ്റ്റ് മെത്തേഡ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടെ നോക്കാം നമുക്ക്. ഹോം വിസിറ്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇറ്റ് ടേക്സ് ന്യൂമറസ് വിസിറ്റ്സ്, ഹാർഡ് കൺവിൻസിങ് ആൻഡ് ഡെയിലി ട്രയൽസ് ആൻഡ് എക്സ്പീരിയൻസ് ടു കൺവിൻസ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും മികച്ച മെത്തേഡ് എന്ന് പറയാനായിട്ട് ഏത് നിങ്ങൾ ചൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഹോം വിസിറ്റ് ചെയ്തിട്ട് അവർക്ക് പറ്റുന്നില്ല, ഒന്നിൽ കൂടുതൽ തവണ പോകണം. ഡിസ്കഷൻ നടത്തുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതും പറ്റുന്നില്ല. ഫീൽഡ് ഡെമോൺസ്ട്രേഷൻ ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഫീൽഡ് ഡെമോൺസ്ട്രേഷൻ ആണ്. പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് നല്ലത്. ലിറ്ററേച്ചർ കൊടുത്തിട്ട് ആരും വായിക്കാൻ പോകുന്നില്ല. സോ വിത്ത് റെസ്പെക്ട് ടു പാസേജ് ആൻഡ് ബേസ്ഡ് ഓൺ അതർ തിങ്സ്, ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഒൺലി ബി എന്ന് പറയുന്ന ഉത്തരമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ പാസേജ് വാട്ട് ഡസ് ഇംപ്ലൈ ചേഞ്ച് ദ കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്? കൺസർവേറ്റീവ് ആറ്റിറ്റ്യൂഡ്സ് മാറാനായിട്ട് എന്ത് ചെയ്യണം എന്നാണ് കാരണം പറയുന്നത്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താ? ന്യൂമറസ് വിസിറ്റ്സ് നടത്തിയോണ്ട് അവർക്ക് മാറ്റം വരുന്നുണ്ടോ? സയന്റിഫിക്കലി ഫോർമുലേറ്റഡ് കോമ്പൗണ്ട് സീഡ്സ് അവർ എടുക്കുന്നുണ്ടോ? ഇല്ല. ഹോം മെയ്ഡ് ഇസ് ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന കറണ്ട് സിറ്റുവേഷൻ നടത്തുക. അപ്പോൾ എന്താണ് അവരുടെ മാറ്റങ്ങൾക്ക് വിധേയമായത്? എഡ്യൂക്കേഷനും അവയർനെസ് ആണ്. പക്ഷേ ഇത് തന്നെ സ്ലഗിഷ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പതിയെ ഇതെവിടെ ഉണ്ട്, പതിയെ വരുന്ന കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ അവയർനെസ്സും എഡ്യൂക്കേഷനും തന്നെയാണ് ഈ പറയുന്ന മാറ്റത്തിന് കാരണമാകുന്നത്. സോ ഓപ്ഷൻ ഡി വരുന്ന ഒൺലി ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ 4 words are given out of which one is correctly spelled. Find the correctly spelled word. അപ്പോൾ ഈ ഒരു വാക്ക്, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ഓപ്ഷനാണ്. കൊനോയ്സർ എന്ന് പറയുന്നതാണ്. സോ ഇതെന്ന് പറയുന്നത് വാക്ക് ഇവിടെ വന്നിട്ടില്ല, എന്നാൽ തന്നെയും ഈ വാക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാണ്. സംടൈംസ് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വേർഡിൻ്റെ അണ്ടർലൈൻ ചെയ്തിട്ട്, ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആ വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ട് ദേ മേ ആസ്ക് സിനോനിം, അല്ലെങ്കിൽ ഈ പാസേജിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാം. എസ്പെഷ്യലി സ്റ്റാറ്റസ് കോ അറിയില്ലെങ്കിൽ ചോദിക്കാം. കറണ്ട് സിറ്റുവേഷൻ വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി ബെസ്റ്റ് എന്നൊക്കെ വിചാരിക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് കറണ്ട് സ്റ്റാറ്റസ്, അതാണ് സ്റ്റാറ്റസ് കോ. ആ ഒരു ഐഡിയയിലാണ് വരുന്നത്. അപ്പോൾ അതേപോലെ സ്പെല്ലിംഗ് ചോദിക്കാം. ഇവിടുത്തെ കറക്റ്റ് സ്പെല്ലിംഗ് തന്നെ CONOISSEUR. കണോയ്സർ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സി ആണ് സ്പെല്ലിംഗ്. സോ ഓൺലി സി എന്ന് പറയുന്ന ഓപ്ഷനാണ്
ചൂസ് ചെയ്യേണ്ടത്. ഇവിടെയല്ല, ഇവിടെയാണ് നമ്മൾ ഓപ്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കണം. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് തന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഓപ്ഷനിൽ സി എന്ന് പറയുന്നത് ബി ആയിരിക്കാം. അതുകൊണ്ട് ഫൈനൽ ആൻസർ നോക്കി വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, 5 ക്വസ്റ്റ്യൻ പാസേജ് ആയിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലോസ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഒരു പാസേജിൻ്റെ പല സ്ഥലത്തും ഫില്ലപ്പ് വന്നിട്ട് ഓരോ വേർഡുകൾ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. 10 വേർഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള 10 ക്വസ്റ്റ്യൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതും എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ദ ഡാഷ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നമുക്ക് ആദ്യം ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ക്ലോസ് ടെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മുഴുവൻ വായിച്ചില്ലെങ്കിലും ഓൾമോസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 സ്റ്റേറ്റ്മെന്റ്സ്. ബിഗർ ക്ലോസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇപ്പോൾ 10 എണ്ണം വരുന്നത് ഇത് ബിഗ് ക്വസ്റ്റ്യൻ ആണ്. സംടൈംസ് ദേ മേ ഓൺലി ആസ്ക് അപ് ടു 5. 5 ആണെങ്കിൽ അത് മൊത്തം വായിക്കുക. 10 ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 വരെയെങ്കിലും ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് അത് തന്നെ നോക്കാം. ദ ഡാഷ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ടു ദ ഇൻഡിവിജ്വൽ ആർ നോട്ട് ഹാർഡ് ടു ഇമാജിൻ. When a person loses his or her job, there is often an dash impact to that person's standard of living. Prior to the Great Recession, the average savings rate in the US had been drifting down towards zero, and there are dash reports that average person is only a few weeks away from serious financial trouble without paying a job. അപ്പോൾ ഇത്രയും മതി, ഇത്രയൊന്ന് വായിക്കുക. അപ്പോൾ ഒരു ഐഡിയ കിട്ടി എന്തിനെ പറ്റിയാണ്. റിസർച്ചിനെ പറ്റി പറയുന്നുണ്ട്, പേയ്മെന്റിനെ പറയുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ പറ്റി പറയുന്നുണ്ട്, ജോലി നഷ്ടപ്പെടുന്ന കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടെൻസ് എന്ന് നോക്കാം. ദർ ഈസ് ഓഫ്റ്റൻ എന്ന് പറയുന്നത്, ആർ നോട്ട് ഹാർഡ് ടു ഇമാജിൻ എന്ന് പറയുക. പിന്നെ പഴയ കാര്യം പറഞ്ഞപ്പോൾ ഹാഡ് ഉപയോഗിച്ചു, ഹാഡ് ബീൻ ഡ്രിഫ്റ്റിംഗ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. സോ പാസേജ് ഈസ് ഇൻ ദ പ്രസന്റ് ടെൻസ്. പഴയ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന പാസീവിലേക്ക് പോകുന്നത്. ഇവിടെ തന്നെ നമുക്കറിയാം ദാറ്റ് മീൻസ് എന്ന് പറയുന്നത്, പീപ്പിൾ ആർ കൺസ്യൂമിങ്. ഇതെല്ലാം തന്നെ വേർബ് എല്ലാം തന്നെ പ്രസന്റ് ടെൻസിലാണ്. സോ അതൊരു ക്ലൂ ആണ്. അത് ഇറ്റ് മേ ബി ഹെൽപ്ഫുൾ, ബട്ട് സ്റ്റിൽ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ടെൻസ് ഓഫ് ദ പാസേജ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ഫോർ 1. കോസ്റ്റ്, ചാർജ്, എക്സ്പെൻസ്, കോസ്റ്റ്. ഇവിടെ 2 കോസ്റ്റ് ഉണ്ട്. ഇത് പ്ലൂറൽ വെർബും ഇത് സിംഗുലർ വെർബും. നമുക്കിത് ഏതെങ്കിലും ഒന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്. ഇപ്പൊ അൺഎംപ്ലോയ്മെന്റിന്റെ എന്ന് പറയാനായിട്ട് കോസ്റ്റ് ആണോ കോസ്റ്റ് ആണോ ഉത്തരം വരിക? അവിടെ നമുക്ക് അറിയാം സിംഗുലർ വേർഡാണ് ഉത്തരം വരിക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ ആ വേർഡ് അവിടെ വരില്ല. ഓക്കെ, എക്സ്പെൻസ് ആണോ എക്സ്പെൻസസ് ആണോ? എക്സ്പെൻസസ് ആയിരിക്കും. അപ്പോൾ എക്സ്പെൻസും വരില്ല. പിന്നെ ചാർജസ് ഉണ്ട്, കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് എന്ന് പറയുന്നതാണോ ചാർജസ് ആണോ നമുക്ക് നോക്കാം. ദ കോസ്റ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ടു ദ ഇൻഡിവിജ്വൽ ആർ നോട്ട് ഹാർഡ് ടു ഇമാജിൻ എന്നാണ് പറയുന്നത്. ദ ചാർജസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ടു ദ ഇൻഡിവിജ്വൽ ആർ നോട്ട് ഹാർഡ് ടു ഇമാജിൻ. അപ്പോൾ ഇവിടെ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നതിൻ്റെ ചാർജസ് അല്ല, അത് ചാർജസും കോസ്റ്റും തമ്മിൽ, ചാർജസ് എന്നാൽ അതൊരു ഒരു സർവീസിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യം, അത് ഫിക്സ് ചെയ്യുന്ന ഒരു ചാർജ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കാരണം നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നഷ്ടം എന്ത് വരുന്നു എന്നൊരർത്ഥം കൂടി വരുന്നുണ്ട് കോസ്റ്റ്. സോ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. ദ കോസ്റ്റ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, COSTS. ഇതാണ് ഇവിടുത്തെ ഉത്തരം, ഓപ്ഷൻ ഡി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. അത് വരുന്നത്, when a person loses his or her job, there is often an dash impact to that person's standard of living. എന്ത് ഇമ്പാക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? അർജന്റ് ഉണ്ട്, ക്രിട്ടിക്കൽ ഉണ്ട്, ഇമ്മീഡിയറ്റ് ഉണ്ട്, കറണ്ട് ഉണ്ട്. സോ അർജന്റ് ഇമ്പാക്റ്റ് ആണോ? നമുക്ക് ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുകളിലോട്ട് പോകേണ്ടി വരും. നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ടാണ്. പേപ്പർ ആകുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടില്ല. നമുക്കിങ്ങനെ മുകളിലോട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം ഇവിടെ നമുക്ക് 4 വേർഡ്സ് ഉണ്ട്. എന്താണ്? അർജന്റ്, ക്രിട്ടിക്കൽ, ഇമ്മീഡിയറ്റ്, കറണ്ട്. ഓക്കെ, ഓരോന്ന് വെച്ച് നോക്കാം. When a person loses his or her job, there is often an urgent impact to that person's standard of living. അങ്ങനെ പറയും. അർജന്റ് ഇല്ല. ക്രിട്ടിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇല്ല. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള മീൻസ് എമർജൻസി അങ്ങനെയല്ല. there is an immediate impact എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. വളരെ വേഗത്തിൽ ഉണ്ടായ ഇമ്പാക്ട്. അർജന്റ് എന്ന് പറഞ്ഞാൽ there is an urgency, അങ്ങനെയല്ല. ഇമ്മീഡിയറ്റ് ഈസ് ദ ബെറ്റർ ആൻസർ. ഇമ്മീഡിയറ്റ് ആണ് ഇവിടുത്തെ ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തത്, prior to the Great Recession, the average savings rate in the US had been drifting down towards zero,
and sometimes below. And there are dash reports that average person is only a few weeks away from serious financial trouble without paying a job. അപ്പോൾ എന്തൊരു റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ട് അനുസരിച്ച് കുറച്ച് ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ഈ പേഴ്സണ് ലെഫ്റ്റ്. അത് പറയുന്ന സീരിയസ് ആയിട്ട് ഫിനാൻഷ്യൽ ട്രബിളിലേക്ക് പോകാതിരിക്കാൻ പേഴ്സണ് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന റിപ്പോർട്ട് ഏതാണ് എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, ആ റിപ്പോർട്ടിന്റെ കൂടെ വരുന്ന വാക്കുകൾ എന്താണ്? അനക്ടോട്ടൽ, എക്സ്പെരിമെന്റൽ, ഇൻസിഡന്റൽ, ഫൗണ്ട്. ഓക്കെ, അനക്ടോട്ടൽ എന്ന് പറയുന്നത് ഓഫ് എൻ അക്കൗണ്ട് നോട്ട് നെസസറിലി ട്രൂ ഓർ ലേബിൾ എന്ന അർത്ഥത്തിലാണ്. അത് അത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല, സാധ്യതയില്ലാത്ത ഇൻഫർമേഷൻ ആണ് എന്നർത്ഥത്തിൽ. ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഈ റിപ്പോർട്ടിനനുസരിച്ചാണെങ്കിൽ കുറച്ച് ആഴ്ചകളേ ഉള്ളൂ എന്ന് ആണ് പറയുന്നതെങ്കിൽ യു ക്യാൻ യൂസ് അനക്ടോട്ടൽ. എക്സ്പെരിമെന്റൽ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ എവിഡൻസസ് ആയിരിക്കും. ഇൻസിഡന്റൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ കണ്ട കാര്യം അനുസരിച്ചുള്ള കാര്യമായിരിക്കും. ഫൗണ്ട് എന്ന് പറയുന്ന ഇവിടെ മാച്ച് ആവോ? ദർ ആർ ഫൗണ്ട് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് തെറ്റാണ്. സോ ഫൗണ്ട് ആദ്യമേ നമുക്ക് കളയാം. ഇൻസിഡന്റൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ കണ്ട എന്ന അർത്ഥത്തിലല്ല, ഇൻസിഡൻസ് ബേസ് ചെയ്തിട്ടുള്ള, എക്സ്പെരിമെന്റ്സ് ബേസ് ചെയ്തിട്ടുള്ളതല്ല. ഇതൊരു ഒരു ഒരു വേഗ് റിപ്പോർട്ടാണ്. അതിന്റെ സോഴ്സ് അറിയില്ല, ബട്ട് നമ്മൾ ഈ പറയുന്ന ഒരു അനോണിമസ് ആയിട്ട് സോഴ്സ് അറിയാത്ത റിപ്പോർട്ട്സിനെ നമ്മൾ അനക്ഡോട്ടൽ എന്ന രീതിയിൽ അവതരിപ്പിക്കും. അതെന്ന് പറയുന്നത് ഒരു ട്രൂ ആയിരിക്കണമെന്നില്ല, അതിനെ ആശ്രയിക്കാൻ നിർബന്ധമല്ല. ബട്ട് സ്റ്റിൽ അക്കോർഡിംഗ് ടു ദോസ് റിപ്പോർട്ട്സ് ആ പേഴ്സൺ ഈസ് ഓൺലി എ ഫ്യൂ വീക്സ് അവേ ഫ്രം സീരിയസ് ഫിനാൻഷ്യൽ ട്രബിൾ വിത്തൗട്ട് പേയിങ് എ ജോബ്. സോ ഓപ്ഷൻ ഈ പറയുന്ന എ ഓപ്ഷൻ ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഈവൻ ഫോർ ദോസ് dash for unemployment benefits and other forms of government assistance, it is often the case that these benefits replace 50% or less of their regular income. So even for those എന്ന് പറയുന്നതിന് എന്ത് ഉപയോഗിക്കും? ഈവൻ ഫോർ ദോസ് എലിജിബിൾ ആണോ, ജസ്റ്റിഫൈഡ് ആണോ, ചേഞ്ചബിൾ ആണോ, സീംലി ആണോ? സോ ഇവിടെ ഈവൻ ഫോർ ദോസ് എലിജിബിൾ ഫോർ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ആണ്. അത് പറയുമ്പോൾ ക്ലിയർ ആവുന്നുണ്ടല്ലേ? നമുക്ക് ആ ബാക്കിയുള്ള വായിച്ചു നോക്കാം. എലിജിബിൾ, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിന് എലിജിബിൾ ആയവരുണ്ടെങ്കിൽ it is often the case that these benefits replace 50% or less of their regular income. So എലിജിബിൾ ആയവർക്കും ഈ പറയുന്ന നഷ്ടങ്ങൾ സംഭവിക്കുന്നു. സോ അത് തന്നെയാണ് ഉത്തരം. എലിജിബിൾ ആണ് ഇവിടുത്തെ. അതായത് അവിടെ എന്താ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട് എലിജിബിലിറ്റി ഉള്ള ആളുകൾക്ക് പോലും 50% ഓഫ് ഇൻകം അവിടെ റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ജസ്റ്റിഫൈഡ് അല്ല. ചേഞ്ചബിൾ എന്ന് പറയുന്നത് തെറ്റാണ്. സീംലി തോന്നുന്ന എന്ന അർത്ഥത്തിലല്ല. ജസ്റ്റിഫൈഡ് ഇവിടെ തെറ്റാണ്. എലിജിബിൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. However, the economic consequences can go beyond just less consumption. Many people will turn to retirement savings in a pinch, and draining these savings has long-term dash. Long-term എന്താണുള്ളതെന്നാണ് ചോദിക്കുന്നത്. Long-term എന്താണ്? അഞ്ചാമത് long-term ramifications ആണോ, എഫക്റ്റ് ആണോ, ഡെവലപ്പ് ആണോ, മാനിഫെസ്റ്റേഷൻസ് ആണോ? റാമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് ആണെങ്കിൽ അൺവെൽക്കം കോൺസിക്വൻസ് ഓഫ് ആൻ ആക്ഷൻ. നമുക്ക് അത്രത്തോളം ഇഷ്ടമല്ലാത്തൊരു അൺവെൽക്കം, അത്രത്തോളം വെൽക്കം എന്നല്ല ആൻസേഴ്സ്, ആ ഒരു കോൺസിക്വൻസസ്. അപ്പോൾ റാമിഫിക്കേഷൻസ് ആണ്. നമുക്ക് നോക്കാം. അഞ്ചാമത്തത്, മെനി പീപ്പിൾ വിൽ ടേൺ ടു റിട്ടയർമെന്റ് സേവിങ്സ് ഇൻ എ പിഞ്ച് ആൻഡ് ഡ്രെയിനിങ് ദീസ് സേവിങ്സ് ഹാസ് ലോങ് ടേം റാമിഫിക്കേഷൻസ്. അതായത് റിട്ടയർമെന്റ് സേവിങ്സ് എടുത്തു കഴിഞ്ഞാൽ, അത് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അൺഎംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് റിട്ടയർമെന്റ് സേവിങ്സ് ഒക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥ മോശമാകുമ്പോൾ റിട്ടയർമെന്റിനുള്ള സേവിങ്സ് ഒക്കെ എടുക്കും, അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്ന ആളുകൾ എന്തായിക്കോട്ടെ, അത് ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു സംതിങ് എൽസ്. എന്തായിരിക്കും? മാനിഫെസ്റ്റേഷൻസ് അല്ല, എഫക്റ്റ്, അഡ്വേഴ്സ് എഫക്ട്സ് എന്ന് പറയുന്നതിൽ കറക്റ്റ് ആയിരുന്നു. ഡെവലപ്മെന്റ് ഒരിക്കലുമല്ല, റാമിഫിക്കേഷൻ തന്നെയാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. റാമിഫിക്കേഷൻ മീൻസ് കോംപ്ലക്സ് ഓർ അൺവെൽക്കം കോൺസിക്വൻസ് ഓഫ് എൻ ആക്ഷൻ ഓർ എൻ ഇവന്റ് എന്നാണ് റാമിഫിക്കേഷൻ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Prolonged unemployment can lead to an dash of skills, basically robbing the economy of otherwise useful talents. So it can lead to something. ആ ലീഡ് ചെയ്യുന്ന എന്താണെന്ന് ചോദിക്കുന്നു. ഇറ്റ് ക്യാൻ ലീഡ് ടു ഡിസ്ട്രക്ഷൻ ആണോ, ഡിസിൻറ്റഗ്രേഷൻ ആണോ, അല്ല ഇറോഷൻ ആണോ, ഡീറ്റെയിൻ ആണോ? ഇപ്പോൾ നമുക്കിവിടെ ഡിസ്ട്രക്ഷൻ ഓഫ് സ്കിൽസ് തകർക്കുക എന്നതാണോ? പ്രൊലോങ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഇല്ല. ഡിസിൻറ്റഗ്രേഷൻ, ഇന്റഗ്രേറ്റ് ചെയ്യുക, ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക. ഡിസ്ട്രക്ഷനും ഡിസിൻറ്റഗ്രേഷനും ഒരുപോലെ സിമിലർ വേർഡ്സ് ആണ്, രണ്ടും ഇല്ലാണ്ടാവുക എന്നാണ്. പക്ഷെ ഇറോഷൻ എന്ന് പറയുന്നതിൽ ഈ പറയുന്ന സ്കിൽസ്, ഇപ്പോൾ സോയിൽ ഇറോഷൻ നമുക്കറിയാം. സോയിൽ ഇറോഷൻ, മണ്ണൊലിപ്പ് എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഫ്ലോ ആണ് അല്ലേ? അതിങ്ങനെ ഒലിച്ച് ഇങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ ബിഗറായി
പിന്നെ ഹ്യൂജ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് ഇറോഷൻ ഓഫ് സ്കിൽസ്, ബേസിക്കലി റോബിംഗ് ദ എക്കണോമി ഓഫ് ആൻ അതർവൈസ് യൂസ്ഫുൾ ടാലൻസ്. At the same time, the experience of unemployment, either direct or indirect, can dash how workers plan for their futures. So, experience of unemployment എന്തോ കൊടുക്കും, അത് നമുക്ക് നോക്കാം. ഏഴാമത്തെ ചോദ്യത്തിന്റെ ഓൾട്ടർ ആണോ, എംബലിഷ് ആണോ, ട്രാൻസ്ഫിഗർ ആണോ, റീവാമ്പ് ആണോ? ആക്ച്വലി ഇവിടെ നോക്കുക, അറ്റ് ദ സെയിം ടൈം ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് വരുത്താവുന്ന അർത്ഥത്തിലാണ്. At the same time, the experience of unemployment can alter how workers plan for their futures. അതായത് വർക്കേഴ്സ് പ്ലാൻ എങ്ങനെ ചെയ്യുന്നു അത് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഓൾട്ടറിന് പറ്റും. ട്രാൻസ്ഫിഗർ വേറൊരു, റീവാമ്പ് റീമോഡിഫൈ എന്നതിൽ ട്രാൻസ്ഫിഗർ വേറെ ഒരു രീതിയിലേക്ക് മാറ്റുന്നതാണ്. പക്ഷേ ഓൾട്ടർ ഈസ് ഇനഫ്. ഓൾട്ടറിനെ, അതായത് അത് ചേഞ്ച് ചെയ്യും എന്ന അർത്ഥത്തിൽ ഓൾട്ടർ ഈസ് ദ ബെസ്റ്റ് ആൻസർ. ഓക്കെ, ദെൻ പിന്നെ എന്താ, എഡ്യൂക്കേഷൻ ട്രെയിനിങ് and lead to workers being less willing to invest in the long-term years of training some jobs require. On a similar note, the absence of income created by unemployment can force families to deny education opportunities to their children and dash the economy of those future skills. എന്ത് എക്കണോമിയാണ്? എട്ടാമത്തെ ചോദ്യം. Deprive, berave, abandon, seize. On a similar note, the absence of income created by unemployment can force families to deny education opportunities to the children and dash the economy. എക്കണോമിയെ ഡിപ്രൈവ് ദ എക്കണോമി ഓഫ് ദോസ് ഫ്യൂച്ചർ സ്കിൽസ്. എക്കണോമിയിൽ നിന്നും ഫ്യൂച്ചർ സ്കിൽസ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ ഡിപ്രൈവ് ഓഫ് എന്ന് പറയുന്ന പോലെ ഡിപ്രൈവ് ദ എക്കണോമി ഓഫ് ദോസ് ഫ്യൂച്ചർ സ്കിൽസ്. അതാണ് അവിടുത്തെ ശരി ഉത്തരം. Last but not least, there are other costs to the individual. Studies have shown that unemployment harms the mental health of workers. എന്ത് അൺഎംപ്ലോയ്മെന്റ് നമുക്ക് നോക്കാം. ഒമ്പതാമത്തെ പ്രൊലോങ്ഡ് ആണോ, ഡിലേഡ് ആണോ? പ്രൊലോങ്ഡ് അൺഎംപ്ലോയ്മെന്റ്, നീട്ടി വിൽക്കുന്ന അൺഎംപ്ലോയ്മെന്റ്. ഡിലേഡ് എന്തായാലും അല്ല. ലെങ്തി തെറ്റാണ്. ഡാംഡ് അല്ല. സോ പ്രൊലോങ്ഡ് ആണ് കറക്റ്റ്. പ്രൊലോങ്ഡ് അൺഎംപ്ലോയ്മെന്റ് harms the mental health of workers and can actually dash physical health and shorten lifespan. Physical health, shorten lifespan എന്ന് പറയുന്നത് പത്താമത്തെ എന്താ? ഓക്കെ, ആൻഡ് ആക്ച്വലി ഡാഷ് വേഴ്സൺ ഫിസിക്കൽ ഹെൽത്ത് ആണോ, വെയിൻ ആണോ, ഈ പറയുന്ന എഫക്റ്റ് ആണോ, ഡിക്ലൈൻ ആണോ? വെയിന് ഇല്ലാണ്ടാവുക, എഫക്റ്റ്, ഡിക്ലൈൻ, ഇതെല്ലാം സെയിം. എഫക്റ്റ് അല്ല, തെറ്റ്. നെഗറ്റീവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്നതാണ്. ആക്ച്വലി അത് ഫിസിക്കൽ ഹെൽത്ത് മോശമാക്കുന്നതാണ്. സോ മോശമാക്കുന്നതിന് വേഴ്സൺ എന്ന അർത്ഥമാണ് വരുന്നത്. ആക്ച്വലി വേഴ്സൺ ദ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഷോർട്ടർ ലൈഫ് സ്പാൻസ്. ഓക്കെ, ഇത് കമ്പാരിറ്റീവ്ലി ഒരു ടഫർ ആയിട്ടുള്ളൊരു പാസേജ് ആയിരുന്നു. എന്തെന്നാൽ എല്ലാ വാക്കുകളാണ് ചോദിച്ചത്. പ്രിപ്പോസിഷൻസ് വന്നിട്ടില്ല. ജസ്റ്റ് വൊക്കാബുലറി മാത്രമുള്ളൊരു പാസേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എക്സാമിന് വരണമെന്നില്ല. പ്രിപ്പോസിഷൻസും ഈ പറയുന്ന അഡ്ജക്ഷൻസും ഐഡിയംസും ഫ്രേസസും പിന്നെന്താ ഈ പറയുന്ന അഡ്വേർബ്സും എല്ലാം, സിനോണിം, ആന്റോണിം എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ക്ലോസ് ടെസ്റ്റ് ആയിരിക്കും. ഇൻ കേസ് വരികയാണെങ്കിൽ അതായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ 5 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനായിട്ടും സാധ്യതയുള്ളൂ. 10 ക്വസ്റ്റ്യനോളം ചോദിക്കാനായിട്ട് സാധ്യത അധികമില്ല. ബിക്കോസ് നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതുകൊണ്ട് തന്നെ ക്ലോസ് ടെസ്റ്റ് ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. വൊക്കാബുലറിക്ക് മേലിൽ അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ളവർക്ക് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചെയ്യാൻ പറ്റും. ഇത് യൂസേജും കൂടെ ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ, സ്പെഷ്യലി വേർഡ്സ് ഫോളോ ബൈ പ്രപ്പോസിഷൻ ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. നെക്സ്റ്റ് വൺ. ഓക്കെ, നമ്മൾ 15 ചോദ്യം കഴിഞ്ഞു. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ. In a question, a sentence is given, a part of which may need improvement. Improvement വേണമെങ്കിൽ ചെയ്യാം. Alternatives are given below, which may be a better option. Okay. Though the government is facing fiscal constraints to pump prime the economy, the RBI may have headroom to cut rates to support growth. ഇവിടെ to pump prime economy എന്ന് പറയുന്നതിൽ എന്താണ് ചോദ്യം? എന്താണ് അതിന് വേണോ? നോ കറക്ഷൻ റിക്വയർഡ് എന്നാണോ? അല്ല, പ്രൈം ദ എക്കണോമിയാണ്, പ്രൈമിങ് ദ എക്കണോമിയാണ്, പമ്പിങ് ദ എക്കണോമിയാണ്? സോ പമ്പ് പ്രൈം എന്ന് പറയുന്നത് ഈ പറയുന്ന മുന്നോട്ട് പുഷ് ചെയ്യുക, പുഷ് പുൾ എന്ന് പറയുന്ന പോലെയാണ്. പുഷ് പുൾ എന്ന രീതിയിലാണ്, പുഷും പുള്ളും, മുന്നോട്ടും താഴോട്ടും എന്ന രീതിയിൽ എക്കണോമി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ഫിസിക്കൽ കൺസ്ട്രെയിൻസ് ഗവൺമെന്റ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ RBI മേ ഹാവ് ടു കട്ട് ദ റേറ്റ്സ് ടു സപ്പോർട്ട് ഗ്രോത്ത്. ഓക്കെ, ഇവിടെ സെന്റൻസ് കറക്റ്റ് ആണ്. ഈ പറയുന്ന ഭാഗത്ത് വേറെ എറർ ഒന്നും ഇല്ല, അത് ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യവുമില്ല. ദിസ് സ്റ്റേറ്റ്മെന്റ്, ദിസ് പാർട്ട് ഓവറോൾ
കറക്റ്റ്, എല്ലാം തന്നെ കറക്റ്റ് ആണ്. അതുകൊണ്ട് അത് വേറെ ഒരു മാറ്റമായിട്ട് വരുത്തേണ്ട ആവശ്യമില്ല. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നോ കറക്ഷൻ റിക്വയർഡ്. In question, a sentence is given, a part of which may need improvement. Alternatives are given below, which may be a better option. Each of the boys in the class were given the task, but none of them could finish the same on time. So each of the boys in the class were given എന്നാണ് പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും were given the task, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിക്കാം. സോ ഈച്ച് ഓഫ് ദ ബോയ്സ് ആണെങ്കിൽ ഇതൊരു സിംഗുലർ ആണ്, അല്ലെങ്കിൽ രണ്ട് പേര് എന്ന അർത്ഥത്തിൽ, അല്ല രണ്ടിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിലും ഓരോരുത്തരാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരാൾ എന്ന അർത്ഥത്തിൽ. സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് വാസ് ഗിവൺ എന്ന രീതിയിലുള്ള ഉത്തരമാണ്. വാസ് ഗിവൺ ദ ടാസ്ക് എന്നാണ് ശരി ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In question, a sentence is given, a part of which may need improvement. Alternatives are, okay, same thing തന്നെയാണ് ഈ പറയുന്ന questions. He passed on very soon after that and his sons took over the entire business. So pass on എന്ന അർത്ഥം വരുന്നത് അദ്ദേഹത്തിന് എന്താണ്? According to the context of the sentence, it is regarding the fact that he died, അദ്ദേഹം മരിച്ചു, and after that his sons inherited the entire business. അതാണ് അവിടുത്തെ ഉദ്ദേശം. അതായത് മരണത്തിന് ശേഷം ഈ പറയുന്ന സൺ മൊത്തത്തിൽ അത്, ഫോർ എക്സാമ്പിൾ അംബാനിയിലെ ധീരുഭായ് അംബാനി മരണത്തിന് ശേഷം അവരുടെ മക്കൾ അത് ഏറ്റെടുത്ത് നടത്തി എന്ന അർത്ഥത്തിലാണ് ഇവിടെ സെന്റൻസ് വരുന്നത്. ഓക്കെ, അതേപോലെയാണ് പറയുന്നത്. പക്ഷേ അവിടെ ഫ്രേസൽ ഉറപ്പ് തെറ്റാണ്. പാസ്റ്റ് ഓൺ എന്നല്ല ഉപയോഗിക്കാം, പാസ്റ്റ് എവേ വെരി സൂൺ. അദ്ദേഹം മരണപ്പെട്ടു പോയി എന്ന് പറയുന്ന ഒരു യൂഫെമിസം വരുന്ന ഒരു വേർഡാണ്. യൂഫെമിസം എന്ന് പറയുന്ന ഒരു വേർഡാണ്. നേരിട്ട് പറയില്ല, മരണപ്പെട്ടു എന്ന് പറയണം, പക്ഷെ എന്താണ് അറ്റ് ദ സെയിം ടൈം നമുക്കത് നേരെ പറയാൻ പറ്റില്ല, പാസ് അവേ എന്ന രീതിയിലോട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് വേർഡിനെ പറയുന്ന ഒരു വേർഡ് കോമ്പിനേഷൻ പറയുന്നതാണ്. അത് പോട്ടെ, അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പാസ്റ്റ് അവേ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ശരി ഉത്തരം. പാസ്റ്റ് ഓൺ അല്ല, പാസ്റ്റ് അവേ, മരണപ്പെട്ടു പോയി എന്ന അർത്ഥത്തിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 19th one. In a question is given, which part of the sentence need improvements? We have seen that the monsoon has reasonably caught up, which should give boost, which should give boost to the agriculture. ഇവിടെ തന്നെ തെറ്റാണ്. ബോസ്റ്റിംഗ് എന്ന് പറയുന്നത് സംതിങ് ഷോയിങ് ഓഫ് എന്ന അർത്ഥത്തിലാണ്. ഇവിടെ നമുക്ക് ബൂസ്റ്റ് എന്ന രീതിയിൽ വേണം എഴുതാനായിട്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം? We have seen that monsoon has reasonably caught up, which should boost agriculture. Okay, boost എന്ന് പറഞ്ഞാൽ മതി. give boost എന്ന് പറയുന്നത് we should boost agriculture and lead to revival of some extent of consumption. So giving a boostum given a boost ഒന്നും sentence wise and grammar correct അല്ല. boost എന്ന് പറഞ്ഞാൽ മതി. So option B is the right answer. 20th one. A great many students has been declared successful. So ഇവിടെ ഏത് ഭാഗത്താണ് എറർ എന്ന്? എറർ ഇല്ലെങ്കിൽ നമുക്ക് D കൊടുക്കാം. ഇവിടെ എ ഗ്രേറ്റ് മെനി സ്റ്റുഡൻസ് എന്ന് പറയുന്നതിൻ്റെ ഹാവ് ബീൻ, ഇതൊരു പ്ലൂറൽ ആണ്. ഗ്രേറ്റ് മെനി സ്റ്റുഡൻസ്, അതുകൊണ്ട് ഹാസ് അല്ല ഹാവ് ആണ് വരേണ്ടത്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഐ വിസിറ്റഡ് രാംസ് ആൻഡ് സീതാസ് ഹൗസ് ത്രൈസ് ബട്ട് ഫൗണ്ട് ദ കപ്പിൾ ആബ്സെന്റ്. സോ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് രാമന്റെയും സീതയുടെയും ഹൗസ് എന്നർത്ഥത്തിൽ. ഇതൊരു ഹസ്ബൻഡ് ഫ്രണ്ട് റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് വൈഫ് ആവാം, ബ്രദർ സിസ്റ്റർ ആവാം, ഏത് കോമ്പിനേഷൻ അല്ല, അവർ രണ്ടുപേരുടെയും ഹൗസ് എന്ന് എഴുതാനായിട്ട് ഇങ്ങനെ എഴുതുന്നത് തെറ്റാണ്. ഇറ്റ്സ് ബെറ്റർ ടു റൈറ്റ് രാം ആൻഡ് സീത അപ്പോസ്ട്രഫി യെസ്. ഇറ്റ് മീൻസ് ദാറ്റ് രാമിന്റെ സീതയുടെ വീടാണെന്നാണ്. രണ്ടിടത്ത് അപ്പോസ്ട്രഫി വേണ്ട. സോ ഓപ്ഷൻ ബിയിലാണ് എറർ വരുന്നത്. അവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. Neither the students nor the teacher were in his class. So ഇത് തന്നെയാണ് ഇവിടെ ക്ലൂ, ഇൻ ഹിസ് ക്ലാസ്. അപ്പോൾ ടീച്ചർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഇവിടെ വേറല്ല, വാസ് ആണ് വരേണ്ടത്, സിംഗുലർ ആണ് വരേണ്ടത്. ടീച്ചറിന്റെ കൂടെ അടുത്താണ്. സെക്കൻഡ് സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിന് ഈക്വൽ വെയിറ്റേജ് കൊടുത്ത ശേഷം വെർബ് വരുന്ന ഏതിനടുത്താണോ ടീച്ചർ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ ടീച്ചർ വാസ് ഇൻ ഹിസ് ക്ലാസ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ എറർ ഉള്ള ഭാഗം. Okay, next one. Fill in the blank with a suitable word. Even though India has become world's second largest mobile phone manufacturer in the world after China, it's also dash for simply bringing in most of the components and assembling them, an activity also sarcastically termed as screwdriver technology. നമ്മൾ അസംബ്ലി മേക്കിങ്ങിൽ മാത്രമാണ് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് ഇല്ല. കൊണ്ടുവന്ന ശേഷം നമ്മളിങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഇങ്ങനെ, അതാണ് നമ്മൾ ഇന്ത്യ എന്നാണ് പറയുന്നത്. സോ എനിവേ, അപ്പോൾ ഈ ഒരു വേർഡ് എന്താ ഉദ്ദേശിക്കുന്നത് 23rd
ഓക്കെ, ഈ വേർഡ് മീൻസ് എക്സ്പോസ്ഡ് എന്നാണ് വരുന്നത്. ഡിനോഡഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോസ്ഡ് എന്നാണ് പറയുന്നത്. ലോഡഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ്ഡ്. സിമുലേറ്റഡ് എന്ന് പറഞ്ഞാൽ റെപ്ലിക്കേറ്റ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം റെപ്ലിക്കേറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് സിമുലേറ്റഡ് വരുന്നത്. അപ്പോൾ ഡിറൈഡഡ് എന്തായിരിക്കാം? ഡിറൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസൾട്ട് ഇൻസൾട്ടഡ് ഇൻ എന്നൊക്കെയാണ് വരുന്നത്. സോ ഇതല്ല. ആക്ച്വലി ദ ആൻസർ ഈസ് വാട്ട്? ഇറ്റ്സ് ഓൾസോ ഡിനോഡഡ് ഫോർ, എക്സ്പോസ്ഡ് ഫോർ ബ്രിങ്ങിങ് ആണോ? ഇറ്റ് ഈസ് ഓൾസോ പ്രൈസ്ഡ് ഫോർ ബ്രിങ്ങിങ് ആണോ? അതോ ഈ പറയുന്ന റെപ്ലിക്കേറ്റഡ് എന്നാണോ? ഏതായിരിക്കാം? നിങ്ങളുടെ ഏത് തോന്നുന്നു? ഇറ്റ്സ് ഓൾസോ എക്സ്പോസ്ഡ് ഫോർ സാധ്യത ഇവിടെ പറഞ്ഞു വരുന്ന സെക്കൻഡ് ലാർജസ്റ്റ് മൊബൈൽ പ്ലാറ്റ്ഫോം മാനുഫാക്ചർ എന്നാണ്. പക്ഷേ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത് സ്ക്രൂ ഡ്രൈവർ ടെക്നോളജിയാണ്, ഇന്ത്യ. സോ സംതിങ് ഈസ് ഗെറ്റിംഗ് എക്സ്പോസ്ഡ് ഹിയർ. സോ ഇറ്റ് ഈസ് ഡിനോഡഡ് ഓൾസോ ഫോർ സിംപ്ലി ബ്രിങ്ങിങ് ഇൻ മോസ്റ്റ് ഓഫ് ദ കമ്പോണൻസ്. ഡിനോഡഡ് ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓക്കെ, 24th ക്വസ്റ്റ്യൻ. ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് liver damage. Alcohol-induced liver damage is a growing epidemic, especially in Kerala, where aberrant lifestyle changes are being dashed at a rapid rate as compared to the rest of India. അപ്പോൾ ആൽക്കഹോൾ-induced liver damage ഒരു ഗ്രോയിങ് എപ്പിഡമിക് ആണെന്നും അത് വളരെ റാപ്പിഡ് റേറ്റ്, മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ അത്യാവശ്യം റാപ്പിഡ് റേറ്റ് ഉണ്ടെന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എക്സ്ക്യൂം എന്ന വാക്കിൻ്റെ മീനിങ് ഡിഗ് അപ്പ് എന്നാണ്, കുഴിച്ചെടുക്കുക എന്നൊരു മീനിങ് വരുന്നുണ്ട്. എൻറ്റ്വൈൻഡ് എന്ന് പറഞ്ഞാൽ ടാങ്കിൾഡ്, കൂടിക്കെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ സംതിങ് വി ക്യാൻ ടച്ച്, അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള, കോൺക്രീറ്റ് പ്രൂഫ് എന്നൊക്കെ പറയും. ഇൻടാഞ്ചിബിൾ, ടാഞ്ചിബിൾ, കോൺക്രീറ്റ്. ഇംബൈബ്ഡ് എന്ന് പറയുന്നത് അബ്സോർബ്ഡ് എന്നൊരർത്ഥത്തിലാണ് വരുന്നത്. സോ 24th എന്തായിരിക്കാം? Aberrant lifestyles are being dashed at a rapid rate. So the answer is impact. Absorbed, അതായത് ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് ഈ പറയുന്ന മറ്റ് കാര്യങ്ങളിലേക്ക്, ഗ്രോയിങ് എപ്പിഡമിക്, ലിവർ ഡാമേജിലേക്ക് അബ്സോർവ് ചെയ്യുന്നു. ഏതാണ് വരുന്നത്? അബറന്റ് ലൈഫ് സ്റ്റൈലാണ് ഇതിനുള്ള കാരണം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഈ വീഡിയോയുടെ അവസാനത്തെ ചോദ്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഡൽഹി ഈസ് ദ ഡാഷ് എക്സാമ്പിൾ ഓഫ് എ സിറ്റി that has neglected its environment and needs a fundamental policy change incorporating environmental preservation within the economic goals so as to shift the mindset of Indian society. അതായത് ഒന്നുകൂടെ പറയാം, ഡൽഹി എന്ന് പറയുന്നത് എൻവയോൺമെന്റിനെ, പരിസ്ഥിതിയെ മറന്നുകൊണ്ട് ഒരു ഫണ്ടമെന്റൽ പോളിസി അതിന് അത്യാവശ്യമാണ്. എൻവയോൺമെന്റ് പ്രിസർവേഷൻ നേടിക്കൊണ്ട് തന്നെ എക്കണോമിക് ഗോൾസ് ചെയ്യണം എന്ന് ഈ ഒരു പോളിസീസ് കൊണ്ടുവന്നാൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ മൈൻഡ് സെറ്റ് കൂടിയാണ് മാറുന്നത്. ബിക്കോസ് ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ. അതിവിടെ പറയുന്നില്ല, ഇറ്റ്സ് ഇൻഡയറക്ട്ലി വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് എക്സാമ്പിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ബെനൽ എന്ന് പറയുന്നത് ബോറിംഗ് എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്. ബോറിംഗ്, ഡൾ എന്നൊക്കെ പറയുന്നതാണ് ബാനൽ. ഓക്കെ, ക്യൂൻറ്റൻഷ്യൽ എന്ന് പറയുന്നത്, അത് സ്പെല്ലിംഗ് പറയുമ്പോൾ തെറ്റിപ്പോവും. ക്യൂൻറ്റെസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അത് ഒരു ടിപ്പിക്കൽ, ഐഡിയൽ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മീനിങ് ആണ്. അൾട്ടിമേറ്റ് എന്നൊക്കെ പറയുന്നില്ല, ഐഡിയൽ സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്നത്. ഫ്ലോഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്തായിരിക്കും ഫ്ലോഡ്. ഫ്ലോഡ് എന്ന് പറഞ്ഞാൽ എറർ ഉള്ളത്, ഫോൾട്ടി എന്നൊക്കെ പറയുന്നതാണ് ഫ്ലോഡ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏൻഷ്യൻറ്റ് എന്ന അർത്ഥത്തിൽ വരുന്നതാണ് പ്രിമിറ്റീവ്. സോ വാട്ട് എക്സാമ്പിൾ? എൻവയോൺമെന്റ് നശിപ്പിച്ച, അല്ലെങ്കിൽ ഈ പറയുന്ന എൻവയോൺമെന്റ് പ്രിസർവേഷൻ ഗോൾസ് ഇല്ലാണ്ട് നമ്മളുടെ എക്കണോമിക് ഗോൾസ് ഒന്നും തന്നെ ഷിഫ്റ്റ് ചെയ്യാണ്ട് ചെയ്യുന്ന അതിനെ എന്ത് എക്കണോമി എന്നാണ് പറയുന്നതാണ് ചോദ്യം. എന്തായിരിക്കാം 25th ആൻസർ? ഇതാണ് ടിപ്പിക്കൽ എക്സാമ്പിൾ. ഇറ്റ്സ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഈ ക്യൂൻറ്റെസെൻഷ്യൽ എക്സാമ്പിൾ എന്ന് പറയും. ഓക്കെ, അത് എൻവയോൺമെന്റ് നിഗ്ലക്ട് ചെയ്യുന്ന ഡൽഹി എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യം ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഒരു 25 ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ ഫോർ ലിസണിങ്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആണോ നിങ്ങളുടെ ലക്ഷ്യം? കവറ്റ് ക്ലാസസിന്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ആപ്പിൽ ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കവറ്റ് ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
പരീക്ഷകൾ ഇപ്പോൾ തന്നെ എഴുതി തുടങ്ങും. ഉറപ്പായും നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഹാപ്പി ലേണിംഗ്.